നമസ്കാരം. നളിയോർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജനപ്രിയ ചിത്രം, മികച്ച തിരക്കഥ ഉൾപ്പെടെ 4 പുരസ്കാരങ്ങൾ നേടി ആടുജീവിതം പുരസ്കാര നേട്ടത്തിൽ തിളങ്ങി. ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച നടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്ക് സിനിമയിലെ അഭിനയത്തിന് ഉർവശിയും തടവ് എന്ന സിനിമയിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രനും പങ്കിട്ടു. ബ്ലസ്സിയാണ് മികച്ച സംവിധായകൻ. കാതൽ മികച്ച ചിത്രം. പൂക്കാലത്തിലെ പ്രകടനത്തിന് വിജയരാഘവൻ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടി. ശ്രീഷ്മ ചന്ദ്രനാണ് മികച്ച സ്വഭാവ നടി. തടവ് സിനിമയിലൂടെ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 9 പുരസ്കാരങ്ങളുമായി ആടുജീവിതം തിളങ്ങി. ഇതേ ചിത്രത്തിലെ പ്രകടനത്തിന് KR ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. കാതലിലെ അഭിനയത്തിന് സുധി കോഴിക്കോടിനും ഗഗനചാരി സിനിമയ്ക്കും പ്രത്യേക ജൂറി പരാമർശം. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ് മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയത്. ആൻ ആമി മികച്ച പിന്നണി ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജസ്റ്റിൻ വർഗീസാണ് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം നേടിയത്. പശ്ചാത്തല സംഗീതം മാത്യൂസ് പുളിക്കൻ. ചിത്രം കാതൽ. 2023 സംസ്ഥാന അവാർഡിനായി പരിഗണിക്കപ്പെട്ടത് 160 സിനിമകളാണ്. പ്രാഥമിക ജൂറി 2 സബ് കമ്മിറ്റികളായി തിരിഞ്ഞ് 80 സിനിമകൾ കാണുകയും 35 സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ സിനിമകളിൽ 4 സിനിമകൾ പരിഗണിക്കപ്പെട്ടു. അങ്ങനെ 38 സിനിമകൾ അവസാന റൗണ്ടിലെത്തി. ഇതിൽ 22 സിനിമകളും നവാഗത സംവിധായകരുടെ സിനിമകളാണ്. ന്യൂസ് ഡെസ്ക് CCTV. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നൃത്ത സംവിധാനത്തിനുള്ള അവാർഡ് കുന്നംകുളം സ്വദേശിക്ക്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ മികച്ച നൃത്ത സംവിധാനത്തിനുള്ള അവാർഡ് കുന്നംകുളം കാണിപ്പയ്യൂർ മധുപ്പുള്ളി വേലായുധൻ മകൻ MB ജിഷ്ണുദാസിന് ലഭിക്കും. സുലൈഖ മൻസിൽ എന്ന സിനിമയിലെ നൃത്ത സംവിധാനത്തിനായിരുന്നു ജിഷ്ണുവിനെ അവാർഡിന് അർഹനാക്കിയത്. നേട്ടത്തിൽ കുടുംബവും നാടും ആഹ്ലാദത്തിലാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിൽ പട്ടാമ്പിയും. മികച്ച നടിക്കും മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരങ്ങളാണ് പട്ടാമ്പിക്കാരെ തേടിയെത്തിയത്. മികച്ച നടിയായി പരുതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രനും നവാഗത സംവിധായകനുള്ള അവാർഡ് പട്ടാമ്പി കോടല്ലൂർ സ്വദേശി ഫാസിൽ റസാഖിനും ലഭിച്ചു. മികച്ച നടി ബീന ആർ ചന്ദ്രൻ, മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിലാണ് പട്ടാമ്പിക്കാർ. പട്ടാമ്പി കൊടലൂർ സ്വദേശി ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവിലൂടെയാണ് പരുതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. തടവിലൂടെ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത 2 ഹ്രസ്വചിത്രങ്ങൾക്ക് സംസ്ഥാന ടെലിവിഷൻ അവാർഡും ആദ്യ സിനിമയായ തടവിന് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അംഗീകാരവും ലഭിച്ചതിന് പിന്നാലെയാണ് തടവ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനും മികവ് കാട്ടിയത്. 2022 ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത അതിർ, പിറ എന്നീ ഹ്രസ്വചിത്രങ്ങൾക്ക് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം ലഭിച്ചത്. മികച്ച ചിത്രങ്ങൾക്ക് മാത്രമല്ല, മികച്ച സംവിധായകനടക്കം 7 അവാർഡുകൾ ഈ ചിത്രങ്ങൾ കരസ്ഥമാക്കിയിരുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന അംഗനവാടി ടീച്ചറിലൂടെയാണ് തടവിന്റെ കഥ നീങ്ങുന്നത്. തടവിനെ മോചനമായി കാണുന്ന സ്ത്രീയുടെ കഥ കൂടിയാണ് തടവിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചത്. ഇതിലെ അംഗനവാടി ടീച്ചറുടെ വേഷമിട്ട ബീന ആർ ചന്ദ്രനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്. നാടകരംഗത്തിലൂടെ കടന്നു വന്ന ബീന ആർ ചന്ദ്രൻ പരുതൂർ CUP സ്കൂളിലെ അധ്യാപികയാണ്. സന്തോഷം വാക്കുകൾക്ക് അപ്പുറമാണെന്നും ഊർവശിക്കൊപ്പം മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്നും ബീന ആർ ചന്ദ്രൻ പ്രതികരിച്ചു. കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. വാക്കുകളില്ല സന്തോഷം എക്സ്പ്രസ് ചെയ്യാനായിട്ട്. IFFK കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത്. അഭിനയത്തെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ, അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു. എന്തായാലും ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഉർവശി ചേച്ചിയുടെയൊക്കെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെയൊന്നും ഒരുപാട് സന്തോഷം. സ്വന്തം നാടായ പട്ടാമ്പിയിലും പരുതൂർ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലുമാണ് തടവിന്റെ ചിത്രീകരണം ഫാസിൽ റസാഖ് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ പട്ടാമ്പിക്കാർക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരങ്ങൾ. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വാർത്ത അറിയുമ്പോൾ താൻ പഠിച്ചു വളർന്ന പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകപാത്ര നാടക അവതരണ തിരക്കിലായിരുന്നു ബീന ആർ ചന്ദ്രൻ. പുരസ്കാര നിറവിൽ കൂടിയായിരുന്ന സ്കൂളിൽ ബീന ആർ ചന്ദ്രൻ നാടകാവതരണം കാഴ്ചവെച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. IFFKയിൽ തടവ് സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ അവാർഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വാക്കുകൾ തന്നെയാണ് വലിയ അവാർഡ് എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചു. പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. ഒരുപാട് സന്തോഷം. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. ഒരുപാട് സന്തോഷം. ഞാൻ എൻ്റെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത അറിയുന്നത്.
എനിക്ക് വാക്കുകളില്ല. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വാർത്ത അറിയുമ്പോൾ താൻ പഠിപ്പിക്കുന്ന പരുതൂർ CEUP സ്കൂളിൽ കുട്ടികൾക്കൊപ്പമായിരുന്നു പരുതൂർ സ്വദേശി ബീന ആർ ചന്ദ്രൻ. ടീച്ചർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചതോടെ സഹപ്രവർത്തകരും കുട്ടികളും ടീച്ചറെ പൊതിഞ്ഞു. പിന്നാലെ അഭിനന്ദന പ്രവാഹം. ഈ തിരക്കിനിടയിലായിരുന്നു താൻ പഠിച്ച പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻപേ ഏറ്റിട്ടുള്ള ഏകപാത്ര നാടക അവതരണ പരിപാടി ഉണ്ടായിരുന്നത്. പുരസ്കാര വാർത്തയും അതിന്റെ വഴിക്ക് വിട്ട് ടീച്ചർ സ്റ്റേജിലേക്ക്. പരുതൂർ സ്കൂളിലെ ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ഒറ്റഞ്ഞാവൽ മരം എന്ന ഏകപാത്ര നാടകാവതരണം സംഘടിപ്പിച്ചിരുന്നത്. പുരസ്കാര നിറവിൽ കൂടിയായിരുന്നു ടീച്ചറുടെ നാടകാവതരണം. സ്കൂൾ കാലം മുതൽ മിമിക്രിയിലും മോണോആക്ടിലും പ്രതിഭയായിരുന്നു ബീന ആർ ചന്ദ്രൻ. പിന്നീട് നാടകത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 2 പ്രാവശ്യം ഇവിടെ മുടങ്ങിയതാണ്. നാടകമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് എനിക്ക് നാടകം കളിക്കാതെ പറ്റില്ല. അപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ടോ, എങ്ങനെ നിൽക്കുന്നുണ്ടോ അതിനൊക്കെ കാരണക്കാരായതാണ് ഈ സ്കൂള്. പിന്നെ ശ്രീജ കാർണേക്കർ, എൻ്റെ ഹസ്ബൻഡ് അമ്മു ശ്രീജിത്ത് എല്ലാവരും. അപ്പോൾ എത്രയാണ് എനിക്ക് സന്തോഷം പറയേണ്ടതെന്നാണ് എനിക്ക്. അനന്ത മാഷ് എന്നെ വിളിച്ചിട്ട് ഈ ക്ലബ് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, കുട്ടികളുടെ മുന്നിൽ എനിക്ക് പെർഫോം ചെയ്യണം. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്, ഈ നാടകം ചെയ്തത്. 2 കൊല്ലമായിട്ട് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം തേടിയെത്തിയിട്ടുണ്ട്. സ്കൂളിലെ നാടകാവതരണ വേളയിൽ വെച്ച് സ്കൂളിന്റെ അനുമോദനവും ബീന ടീച്ചർക്ക് നൽകി. നാടകാവതരണത്തിനെത്തിയതിന്റെ ചേതോവികാരം ടീച്ചർ വേദിയിൽ വ്യക്തമാക്കി. പരുതൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ ടി ശാന്തകുമാരിയുടെയും രാമചന്ദ്രന്റെയും മകളാണ്. വിജയകുമാറാണ് ഭർത്താവ്. ആറങ്ങോട്ടുകര കലാപാഠശാല പ്രവർത്തകയാണ് ബീന ആർ ചന്ദ്രൻ. CCTV ന്യൂസ്, തൃത്താല. ദേശമംഗലം കൂട്ടുപാതയിൽ CITU പ്രവർത്തകന് വെട്ടേറ്റു. CITU പ്രവർത്തകൻ ശ്രീകുമാർ എന്ന ഉണ്ണിക്കാണ് വെട്ടേറ്റത്. കൂട്ടുപാത പെരുമ്പാള വീട്ടിൽ വിജയൻ മകൻ വിബീഷാണ് ശ്രീകുമാറിനെ വടിവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചത്. കൂട്ടുപാത തൊട്ടിലുംപുറത്ത് ഭാസ്കരന്റെ വീട്ടിൽ കമ്പിവേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് സാധന സാമഗ്രികൾ ഇറക്കുന്നതുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് വിബീഷ് ശ്രീകുമാറിന്റെ തലയിലും കൈയിലും വെട്ടിയത്. വെട്ടേറ്റ ശ്രീകുമാറിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനു ശേഷം പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ട വിബീഷിനെ ഇതുവരെയും പോലീസിന് പിടികൂടാനായിട്ടില്ല. പണിക്ക് 10-20 മീറ്റർ ദൂരെയാണ് വണ്ടി നിൽക്കുന്നത്. 15 മീറ്റർ കഷ്ടി ഉണ്ടാവും. അവിടുന്ന് അപ്പുറത്താണ് തൊഴിൽ നടക്കുന്നത്, ഇവരെ പണി. ആ സമയത്താണ് ഞങ്ങൾ ഇവരോട് വന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് പുറമെന്ന് ഒരുത്ത മറ്റേ കഞ്ചാവും മദ്യപാനം കൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ നേരെ തട്ടിക്കയറി, യൂണിയൻകാരുടെ നേരെ തട്ടിക്കയറി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഉടമസ്ഥരായ അവരോട് വിവരം ചോദിച്ചപ്പോൾ അവർ ഇതിനൊന്നും പ്രതികരിക്കാതെ അവർ മുണ്ടാതെ നിന്നിട്ടാണ് ഈ സംഭവം ഇങ്ങനെ വഷളാവാനുള്ള കാരണം. അങ്ങനെ ഇവരോട് പുറത്തുനിന്നുള്ള വന്നിട്ട് ലോഡ് ഇറക്കുന്ന സമയത്ത് ഞങ്ങൾ തടുത്തു നിന്ന് ആ സമയത്താണ് ബാക്കിൽ നിന്ന് അവൻ വടിവാളെടുത്തിട്ട് വീശിയിട്ട് വെട്ടിയത്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തൊഴിലാളിനെ വെട്ടിയിട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ ആയ സമയത്തുകൊണ്ട് നമുക്ക് എങ്ങനെയും ഇവിടെ ജീവിക്കണമല്ലോ. എല്ലാവരും കയ്യിൽ വടിവാളൊക്കെ ഉണ്ടാവും, ഇതിയാ നടക്കും വേണം, രാത്രി ഇതൊക്കെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും വേണം. അപ്പോൾ ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ജീവിക്കാനാണല്ലോ എല്ലാവരും കാലത്ത് തോന്നി. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അങ്ങനെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കാര്യങ്ങൾ മുറിയേറ്റിയിട്ട് ഇവിടെ എല്ലാവരും കൂടി ഓടിക്കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഇവിടുന്ന് പറ്റൂല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളും പറഞ്ഞു. അപ്പോൾ മൂപ്പര് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ട് കിടക്കുക. നഗരവികസനത്തിലൂടെ കൂറ്റനാട് ടൗണിന്റെ മുഖഛായ മാറുന്നു. സ്ഥലമേറ്റെടുപ്പിന്റെ ഭാഗമായി നഗരത്തിൽ സർവേ കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങി. സംസ്ഥാനത്തെ റോഡുകളിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സമഗ്ര പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടതിന്റെ ചുവടുപിടിച്ചാണ് കൂറ്റനാട് നഗരവും വികസന കുതിപ്പിലേക്ക് കടക്കുന്നത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ജില്ലകളിലെ 21 ജംഗ്ഷനുകളിലാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. ഇതിനായി കിഫ്ബി വഴി 300 കോടി രൂപയാണ് അനുവദിക്കുന്നത്. റോഡുകളുടെ വീതി കൂട്ടിയും ആവശ്യമായ മേൽപ്പാലങ്ങളും ബൈപ്പാസുകളും നിർമ്മിച്ചുമാണ് ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നത്. മികച്ച ട്രാഫിക് സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും CCTV ക്യാമറകളുമെല്ലാം നഗരങ്ങളിൽ സ്ഥാപിക്കും. വിശദ പഠനം നടത്തി ഓരോ ജില്ലയിലും കുറഞ്ഞത് 1 എന്ന നിലയിലാണ് വികസിപ്പിക്കാനുള്ള ജംഗ്ഷനുകൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വിശദമായ പദ്ധതിരേഖ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി. സംസ്ഥാന സർക്കാരിന്റെ രൂപകൽപ്പനാ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗര നവീകരണം നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ 21 ജംഗ്ഷനുകളിൽ പാലക്കാട് ജില്ലയിൽ നിന്നും കൂറ്റനാട് ടൗൺ ഇടം പിടിച്ചതോടെയാണ്
നഗരവികസനത്തിന് വഴിയൊരുങ്ങിയത്. 13.29 കോടി രൂപയാണ് കൂറ്റനാട് ടൗൺ വികസനത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുമായും സ്ഥലം ഉടമകളുമായുള്ള ചർച്ചകളെല്ലാം പൂർത്തിയായി. 2018 സ്ഥലം ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരമാണ് സ്ഥലം വിട്ടുനൽകുന്നവർക്ക് ലഭിക്കുക. കൂറ്റനാട് സെന്ററിൽ നിന്നും പെരുമ്പിലാവ്, പടിഞ്ഞാറങ്ങാടി, തൃത്താല, പട്ടാമ്പി എന്ന് 4 റോഡുകളിലേക്കും 300 മീറ്റർ നീളത്തിലാണ് വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ റോഡിലേക്കും തിരിയുന്ന ഭാഗത്ത് ടൗണിൽ 100 മീറ്റർ നീളത്തിൽ 12 മീറ്ററിലാണ് നവീകരിക്കുന്നത്. ബാക്കി ഓരോ റോഡിലും 200 മീറ്റർ നീളമുള്ള ഭാഗത്ത് 10 മീറ്ററിലുമാണ് നവീകരണം നടത്തുക. റോഡിന് നടുവിൽ മീഡിയൻ, സിഗ്നൽ ലൈറ്റ് എന്നിവയും സ്ഥാപിക്കും. കൂടാതെ ബസ് ബേകളും വെയിറ്റിംഗ് ഷെഡുകളും സ്ഥാപിക്കും. CCTV ന്യൂസ്, തൃത്താല. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കഥകളിയിൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന 3-അംഗ സംഘത്തിന്റെ അരങ്ങേറ്റം മറ്റൊരു നാഴികക്കല്ലായി. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കഥകളി വടക്കൻ വിഭാഗത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീലക്ഷ്മി ശേഖർ, K വൈഷ്ണ, M ശ്രീലക്ഷ്മി എന്നിവരാണ് പുതുചരിത്രത്തിന്റെ ഭാഗമായത്. ഇവരോടൊപ്പം തന്നെ പഠിക്കുന്ന KR അഭിജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചത്. പാട്ടിനൊപ്പം ചെണ്ടമേളത്തിന്റെ താളത്തിനൊപ്പം മുദ്രകൾ കൈകാലുകൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും അവതരിപ്പിച്ചപ്പോൾ കാണാനെത്തിയ 100 കണക്കിന് ആളുകൾ ഒന്നടങ്കം കരഘോഷത്തോടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ചെണ്ടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ കൃഷ്ണജിത്ത് പ്രവീൺ, ആദിത്യൻ അനിൽ, നന്ദകിഷോർ KS, സഞ്ജയ് കൃഷ്ണ, മദ്ദളത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ നിവേദ് കൃഷ്ണ, ആയുഷ്, വിധുൻ ഗോപൻ എന്നിവരുടെയും അരങ്ങേറ്റത്തോടുകൂടിയാണ് കഥകളി അവതരിപ്പിച്ചത്. ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P, കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ, മറ്റു ഭരണസമിതി അംഗങ്ങളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, തളി. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്ന പ്രഖ്യാപനവുമായി നേതാക്കൾ. 15 ദിവസം പിന്നിട്ടിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെയും വിമർശനം. മന്ത്രിയും MLAയും ഇക്കാര്യത്തിൽ മൗനം വെടിയണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ച് പൂർണ്ണമായ തോതിൽ ഗതാഗതം തുറന്നുകൊടുക്കുവാനുള്ള കാലതാമസത്തിനെതിരെ പ്രതിഷേധവുമായാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അധികൃതർക്ക് കഴിയില്ലെങ്കിൽ പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുവാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഇതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും അനുമതി വേണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട പ്രവർത്തനമാണ് അധികൃതരുടെ നിസ്സംഗത മൂലം നീണ്ടുപോകുന്നത്. ഇത് പട്ടാമ്പിയിലൂടെ കടന്നുപോകുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. മന്ത്രിയും MLAയും എല്ലാം ഉണ്ടായിട്ടും ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് കൈവരികൾ പുനഃസ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്ന പ്രഖ്യാപനവുമായി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ മന്ത്രിയും MLAയും മൗനം വെടിയണം. ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരികൊണ്ട് കാര്യമില്ല. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുടെ യാത്രാ സൗകര്യത്തിന്
അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിലെ റോഡ് തകർച്ച പരിഹരിക്കുവാൻ അധികൃതർ തയ്യാറാകണം. ടൗണിലെ സ്ലാബുകളുടെ തകർച്ചയും രൂക്ഷമാണ്. ഇതെല്ലാം കണ്ടിട്ടും അധികൃതർ യാതൊരുവിധ നടപടി സ്വീകരിക്കുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഓഗസ്റ്റ് 16-ാം തീയതിയായിട്ടും പട്ടാമ്പിയിലെ പാലത്തിലെ കൈവരി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പലതരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ, നമ്മളിങ്ങനെ പറയാറുണ്ട് എയറിലുണ്ട് എന്നുള്ളതല്ലാതെ ഒരു കൃത്യമായൊരു മറുപടി ഈ വിഷയത്തിൽ ഈ രീതിയിലാണ് ഞങ്ങൾ ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന സമയമാകുമ്പോഴേക്കും, ഇത്രാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ അതിൽ വീണ്ടും ചെയ്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുമെന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളോ മറുപടിയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള തീരുമാനങ്ങളോ ബന്ധപ്പെട്ട അധികാരികളുടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടാമ്പി MLA-യുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും ഇതുവരേക്കും കിട്ടിയിട്ടില്ല. ടെൻഡർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു, കരാറുകാരെ കിട്ടിയിട്ടില്ല എന്നുള്ള പറയുന്നു. എപ്പോൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് പറയുന്നു വീണ്ടും ഒരു പ്രളയം വരാൻ സാധ്യതയുണ്ട്, വെള്ളം കയറുകയാണെങ്കിൽ ആ കൈവരി വീണ്ടും നഷ്ടപ്പെട്ടു പോയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യാത്തതാണ് എന്ന് പറയുന്നു. പക്ഷെ പട്ടാമ്പിയിലെ ജനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദിവസേന ഈ പട്ടാമ്പി ടൗണിൽ നിരന്തരമായി പോകുമ്പോൾ കൃത്യമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ എത്താൻ പോലും നിങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. മണിക്കൂറുകൾ നീണ്ട് പട്ടാമ്പി പാലത്തിന്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ബ്ലോക്ക് അങ്ങോട്ട് തൃത്താല ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ഞാങ്ങാട്ടിരി ടൗണിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ, മറ്റു നേതാക്കളായ ഷാഫി കാരക്കാട്, ടി മുഹമ്മദ് ഹനീഫ, TP ഷഹീർ, TP റഷീദ്, MC മുഹസിൻ, ഷാഫി മരുദൂർ എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ച് പാലം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി പാലത്തിന് സമീപത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധം ഗതാഗത സമരം തുടർക്കഥയാകും. പട്ടാമ്പിയുടെ മോചനത്തിനായി പട്ടാമ്പി പാലത്തിന്റെ കൈവരിയിലൂടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി തീർത്ത് പാലം പൂർണ്ണമായ തോതിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു പ്രതിഷേധ സംഗമം ഒരുക്കിയത്. വെൽഫെയർ പാർട്ടി പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സംഗമം. ഷഹബാൻ ഉസ്മാൻ, KS സലാം, ഹമീദ് KP, ബഷീർ പാലത്തിങ്ങൽ, P റിയാസ് എന്നിവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി. ദിനേനോളം ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന നമ്മുടെ പ്രധാനപ്പെട്ട പട്ടാമ്പി പാലമാണിത്. വ്യാപാരികളും വിദ്യാർത്ഥികളും രോഗികളും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളും മറ്റു വ്യാപാര സ്ഥാപനത്തിലേക്ക് പോകുന്ന ആളുകളും എല്ലാം തന്നെ ഈ കുരുക്കിൽ അമർന്ന് മണിക്കൂറോളം ഇതിനൊരു പരിഹാരം കാണാത്ത അധികാരികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അക്കരെയുള്ള മന്ത്രിയും ഇക്കരെയുള്ള MLA-യും ജനങ്ങളുടെ പ്രയാസം കണ്ട ഭാവമില്ല. പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കുക, അറ്റകുറ്റപ്പണികൾ തീർത്ത് പരിശോധന നടത്തുക, ചെറുകിട വാഹനങ്ങൾക്ക് മാത്രം തുറന്നു കൊടുക്കാൻ നടപടിയെടുക്കുക, വലിയ വാഹനങ്ങൾ പോകാൻ വഴി തിരിച്ചുവിടുക, പാലത്തിന്റെ കൈവരി ഉടൻ നിർമ്മിക്കുക. കൈവരി നിർമ്മാണം വൈകുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി ഈ അവസരത്തിൽ പറയുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന് ഉപയോഗിച്ച പതാകകൾ ഇനി മാലിന്യമായി മാറില്ല. വിത്തുപതാക എന്ന നൂതന ആശയവുമായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയാവുകയാണ്. പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയതോടെ കടലാസിന്റെയും തുണിയുടെയും പതാകകളാണ് അധികവും ഉപയോഗിക്കുന്നത്. എന്നാൽ കടലാസും തുണിയും എളുപ്പത്തിൽ കീറുമെന്നതിനാൽ പലപ്പോഴും ആഘോഷ ദിവസം കഴിഞ്ഞാൽ ഇത് ഉപേക്ഷിക്കുന്നതാണ് പതിവ്. എന്നാൽ ഇത് ദേശീയ പതാകയോടുള്ള അനാദരവായി പലപ്പോഴും മാറുന്നു. ഈ പ്രശ്നത്തിന് ഒരു ബദൽ എന്ന നിലയിലാണ് വിത്തുപേന എന്ന പോലെ വിത്തുപതാക എന്ന ആശയവും ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിൽ വരുത്തിയത്. പേപ്പർ ഫ്ലാഗുകളിൽ പലതരത്തിലുള്ള സസ്യങ്ങളുടെ വിത്തുകൾ പതിപ്പിച്ചിട്ടുള്ളതായിരുന്നു. അത്തരം ഫ്ലാഗുകളാണ്, പേപ്പർ ഫ്ലാഗുകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. അത് എല്ലാ എക്കോ ക്ലബ് അംഗങ്ങൾ, അതുപോലെ തന്നെ JRC കാഡറ്റ്സ്, അതുപോലെ NCC കാഡറ്റ്സ് എന്നീ വിദ്യാർത്ഥികൾ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അവർ വീട്ടിൽ പോയാൽ അതിൻ്റെ ആദരവോടുകൂടി ആ ഫ്ലാഗ് സൂക്ഷിക്കുകയും അതിനുശേഷം അവർ അതിൽ നിന്ന് നനച്ച് അതിൽ നിന്ന് വിത്തുകൾ മുളപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാമെന്നാണ് അവരെ അറിയിച്ചത്. നിശ്ചിത വലിപ്പമുള്ള കടലാസ് പതാകകൾ ആവശ്യം കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ നിറം മങ്ങിത്തുടങ്ങും. തുടർന്നത് വെള്ളത്തിൽ മുക്കിവെച്ചാൽ വെള്ള കടലാസ് പോലെയാകും. ഇത് മേൽമണ്ണിനടിയിൽ ഇട്ടാൽ ഇതിനുള്ളിലെ വിത്തുകൾ മുളച്ച് ദിവസങ്ങൾക്കുള്ളിൽ മുകളിലേക്ക് വളരും. പതാകകൾ മാലിന്യമാകുന്നതിന് പരിഹാരമായും
കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MM ഹനീഫ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SMC ചെയർമാൻ സുബിൻ ചെറുതുരുത്തി പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ M പ്രീതി, പ്രധാന അധ്യാപിക ആൻസിയമ്മ മാത്യു, മാതൃസംഘം പ്രസിഡന്റ് KK സുജിത, എക്കോ ക്ലബ് സീഡ് കോർഡിനേറ്റർ PS ദീപ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് തളി. വരവൂർ പഞ്ചായത്ത് 2-ാം വാർഡ് തളി മൂക്കിലപീടിക റേഷൻ ഷോപ്പിന് സമീപം മാലിന്യം തള്ളിയ നിലയിൽ. ബാർബർ ഷോപ്പിലെ മാലിന്യമാണ് തള്ളിയിട്ടുള്ളത്. വാർഡ് മെമ്പർ CU അബൂബക്കറും നാട്ടുകാരും ചേർന്ന് എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി നിയമ നടപടികൾ ആരംഭിച്ചു. റോഡിൽ മൊത്തമായിട്ട് കിടക്കാണ്. മുടിയും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ കച്ചറ സാധനങ്ങളും പേപ്പർ വേസ്റ്റുകളും പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ ബ്ലേഡുകൾ. നമുക്കറിയാം ബാർബർ ഷോപ്പിൽ ഉപയോഗിച്ച ബ്ലേഡ് നമ്മൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കുകയില്ല ഇൻഫെക്ഷൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ബ്ലേഡുകൾ ഇവിടെ വീണ് കിടക്കാണ്. ഇവിടെ നിരവധി കുട്ടികൾ ചെരുപ്പിടാതെ പോലും തന്നെ ഓടിക്കളിക്കുന്ന സ്ഥലങ്ങളാണ്, ഓടിപ്പോകുന്ന സ്ഥലങ്ങളാണ്, പലരും യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പോരാത്തന്നെ റേഷൻ കടയുടെ അടുത്ത് തന്നെയാണ് സംഭവം. കാറ്റ് വീശുമ്പോൾ മുടിയിലെ ഓരോ അംശങ്ങളൊക്കെ റേഷൻ കടയുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് വരുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ടായ രീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിലും അതുപോലെ ഹെൽത്തിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ഉടനടി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നീക്കം ചെയ്യാതെ അവർ നിർത്തിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഇന്നിവിടെ നടന്നു, നാളെ നമ്മുടെ ഓരോ റോട്ടിലും ഇത് സംഭവിക്കാം. അപ്പോൾ ആരാണെങ്കിലും ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിലും അതുപോലെ ഇത് ജനശ്രദ്ധയിൽ പിടിച്ചു വരുത്തി ഇത്തരം പ്രവണതകൾ ഇനി ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഇതിവിടെ മൊത്തം ഒന്ന് അറിയിക്കുന്നത്. ഇത്രയാണ് പറയാനുള്ളത് മെയിനായിട്ട്. അത് വയറ്റിൽ പോയി കഴിഞ്ഞാൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ ഈ വർഷത്തെ ബഡ്സ് ഡേ ദിനാചരണം ആഘോഷിച്ചു. ഗൃഹസന്ദർശനം, സ്വാതന്ത്ര്യദിനാഘോഷം, പേരന്റ് എംപവർമെന്റ് പ്രോഗ്രാം, സെമിനാർ, വൃക്ഷത്തൈ നടീൽ തുടങ്ങി വിവിധ പരിപാടികൾ ബഡ്സ് ഡേയുടെ ഭാഗമായി നടന്നു. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കമ്മ്യൂണിറ്റി കൌൺസിലർ നിത്യ K സുരേന്ദ്രൻ സെമിനാർ അവതരിപ്പിച്ചു. തുടർന്ന് രക്ഷിതാക്കളെ ആദരിക്കൽ, വൃക്ഷത്തൈ നടീൽ, സ്വാതന്ത്ര്യദിന ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ചടങ്ങിൽ ICDS സൂപ്പർവൈസർ സുനിതയെ ആദരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക C ഇന്ദു, വാർഡ് മെമ്പർമാരായ സുരേഷ്, ഗിരിജ, PTA പ്രസിഡന്റ് ഗഫൂർ, ലതാദേവി, സുജിത, ആൻസി K രാജൻ, ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളിന്ന് ബഡ്സ് ഡേ അല്ലേ, ഈ കേരളത്തിലാദ്യമായി ബഡ്സ് സ്കൂൾ തുടങ്ങിയതിന്റെ ഭാഗമായി ഈ ദിവസം ബഡ്സ് ഡേ ആയി ആചരിക്കുകയാണ്. നമ്മുടെ 12-ാം തീയതി മുതൽ 16-ാം തീയതി വരെ വരുന്ന ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ഈ ദിനങ്ങൾ ആചരിക്കുന്നത്. നമുക്കറിയാം, ഓരോ വീട്ടിലും ഇത്തരത്തിലുള്ള ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ അമ്മ, അച്ഛനേക്കാളുപരി എന്ന് പറഞ്ഞാൽ അമ്മ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവരെയൊക്കെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി നമുക്ക് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇപ്പൊ നമുക്കിവിടെ ചർക്ക, അതിന്റെ നൂൽനൂൽപ്പ് യന്ത്രങ്ങൾ അങ്ങനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ. അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ബൈൻഡിങ്, ഇതൊക്കെ തന്നെ ഈ കുട്ടികൾക്ക് ഓരോ മേഖലയിലും കഴിവ് തെളിയിക്കാൻ പലതരത്തിലുള്ള കഴിവുള്ള കുട്ടികളാണ് ഇവിടെ. നമ്മളിപ്പോ ജനപ്രതിനിധി നിലക്ക് നമുക്ക് പ്രയാസം അനുസരിച്ചിട്ട് കാര്യമില്ല. പ്രയാസം പ്രകടിപ്പിച്ച് നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയാന്നതാണ്. അതിന് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിച്ചുള്ള പ്രവർത്തനമാണ് എന്തോ ദർശനം കൊടുക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റും. അർത്ഥത്തിൽ ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ വൃക്ഷത്തായി വെച്ചു. ഇന്നും വൃക്ഷത്തായി വെക്കാൻ വേണ്ടി പോവാണ്. അതെല്ലാം തുടർച്ചയായിട്ട് പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് രജിസ്ട്രേഷൻ രൂപത്തിലേക്ക് നടത്തി ഈ ബഡ്സ് ഡേ വാരാഘോഷം പരിപാടികൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റ് ജനറൽ ബോഡി യോഗവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പലിശരഹിത വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KR ബാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ, മൊയ്തു ഹാജി ഓങ്ങല്ലൂർ, ഷമീർ വൈക്കത്ത്, മുജീർ റഹ്മാൻ, T ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു. കൂറ്റനാട് യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളിൽ SSLC+2 വിജയിച്ച വിദ്യാർത്ഥികളെ ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ വി സപ്പോർട്ട് പദ്ധതിയിൽ കൂടി നൽകുന്ന 10 ലക്ഷത്തിന് പുറമെ കൂറ്റനാട് യൂണിറ്റിൽ അംഗങ്ങളായ വ്യാപാരികൾ മരണപ്പെട്ടാൽ 50,000 രൂപ വ്യാപാരിയുടെ കുടുംബങ്ങൾക്ക് നൽകാനും തീരുമാനിച്ചു. അവരെ സഹായിക്കുക എന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ആ മാനുഷിക നന്മ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്
വലിയൊരു സംഖ്യ കുട്ടനാട്ടിൽ നിന്നും നമുക്ക് പിരിച്ചെടുക്കാൻ കഴിയും. വയനാട് ദുരിതാശ്വാസ ഫണ്ടുമായി നമ്മുടെ ജില്ലയിൽ എവിടെയെല്ലാം നമ്മുടെ നേതാക്കൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വലിയ സന്മനസ്സോടുകൂടി ഉദാര മനസ്സോടുകൂടി മികച്ച സംഭാവനകളാണ് ഈ ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നത്. അതിലൊരു കാരണം അത് മലയാളിക്ക് മാത്രം അവകാശപ്പെട്ട, ഈ നാടിന് മാത്രം അവകാശപ്പെട്ട നന്മകളിൽ ഒന്നാണ്. നമ്മുടെ സഹോദരന്റെ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ദുരന്തം നമുക്ക് ചുറ്റും സംഭവിക്കുമ്പോൾ അതിൽ ഇരയായവരെ, അതിൽ നഷ്ടം വന്നവരെ, അവരെ ചേർത്ത് പിടിക്കാൻ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ കഷ്ടപ്പെടുന്നവനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് അത് മലയാളിക്ക് മാത്രം അവകാശപ്പെട്ടു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.